നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനായി ഒരു കുക്കറിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാടൻ ബീഫ് കറി വെക്കാനായി ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. എണ്ണ ചൂടായതിനു ശേഷം ഹോൾ സ്പൈസസ് ആയ പെരിഞ്ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു ബൗൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കുക. ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യാതെ ഇടുക. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ ബീഫ് കറിക്ക്. നന്നായി ഇളക്കുക. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നന്നായി ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് നന്നായി വഴറ്റുക. തക്കാളി എല്ലാം നല്ല സോഫ്റ്റായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകളാണ്: ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണിത്, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ്. ഇനി ഇത് നമുക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം ഇനി ഉള്ളിയിലേക്കും തക്കാളിയിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാം നന്നായി മിക്സ് ചെയ്യാം. മസാലകളുടെ എല്ലാം ഒരു നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മസാലകളെല്ലാം നന്നായി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. പൊടികളുടെ എല്ലാം പച്ചമണമെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം മസാലകളെല്ലാം ബീഫിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി ചെറിയ തീയിലിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാവുന്നതാണ്. മൂടി വെച്ചിട്ട് ഒരു 7-8 വിസിലോളം കേൾപ്പിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ മൂടി വെച്ച് നമുക്കിനി വേവിക്കാവുന്നതാണ്. മീഡിയം തീയിലിട്ട് വേണം വേവിക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 7-8 വിസിലോളം കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. അതിന് മുന്നേ ആയി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കുറേ ആളുകളെല്ലാം വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഞാനിടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച്
തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ എല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. നല്ല നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം. താങ്ക്